Good afternoon, all. Okay, good afternoon. നമ്മള് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ അതിന്റെ ഒരു ചെറിയ പോർഷൻ കൂടി തീർക്കാനുണ്ട്. നിങ്ങള് എടുക്കാം. നമുക്ക് കഴിഞ്ഞിടത്തോളം എങ്ങനെയുണ്ട്, വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങള് അല്ലെ നമ്മൾ കണ്ടായിരുന്നത് നമുക്കറിയാവുന്ന ഒരു ഇത് തന്നെ, എക്സലും പവർ പോയിന്റും MS വേർഡും അതിന്റെ ഉപയോഗങ്ങളും കേസ് വെബ്സൈറ്റുകളുടെ കാര്യങ്ങളൊക്കെയാണ് നേരത്തെ കണ്ടത്. ഇനിയുള്ളത് ഇതിപ്പോ അതിന്റെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗങ്ങളെ പോലെ തന്നെ കമ്പ്യൂട്ടറിന് കുറച്ച് ദോഷവശങ്ങളും കൂടിയുണ്ട് അല്ലെ. ഇന്ന് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈല്. ഇതെല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. പക്ഷെ ഇതിലൂടെ കുറച്ച് കാര്യങ്ങൾ അല്ലെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മളുടെ കുറെ ഹാക്കേഴ്സ് ഒക്കെ വന്നുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനെ പറയുന്നത് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഹെഡ്ലൈൻ വരുന്നത് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഓൺലൈൻ വഴി തന്നെ നമ്മുടെ ആ ഒരു പ്രൈവസിയെ, നമ്മുടെ ആ ഒരു സുരക്ഷിതത്തിനെ വഞ്ചിക്കുന്നത്. ഇതാണ് ഇതിനെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. കുറച്ചുപേര് ബസ് ഇറങ്ങിപ്പോയി എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത എന്താ പറയാ 3:30 വരെ അല്ലെങ്കിൽ കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. എന്തായാലും നമുക്ക് കുറച്ച് എടുക്കാനുള്ളൂ. എന്നാലും നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കാം. നിങ്ങൾക്ക് ഇനി മെഡിക്കൽ എക്യുപ്മെന്റും കൂടി ഉള്ളൂ അല്ലെ? നമ്മുടെ പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇത്തരത്തിലുള്ള ചോദ്യത്തിന്റെ മറുപടികള്. ഇപ്പോ നോക്കാം എന്താണ് നമ്മളുള്ള ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന്റെ നമ്മുടെ ലാസ്റ്റ് പോർഷൻസിലേക്ക് നോക്കാം. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണ്. അതായത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ള കാര്യം. അപ്പൊ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് റെഫേഴ്സ് ടു ന്യൂമറസ് risks and vulnerabilities that can compromise the security of individuals, organizations and systems when using the internet. നമ്മളത് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ത്രെറ്റ്സുകൾ ഉണ്ടാവാം എന്നുള്ളതാണ്. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് അതിൽ റെഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെയധികം റിസ്കുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള റിസ്കുകൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. That can compromise the security of individual organization. അത് എങ്ങനെയാണ് ശരിക്കും വരുന്നത്? അത് നഷ്ടപ്പെടുന്നത് എന്താണ്? വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ആ സിസ്റ്റത്തിന്റെ ഉപയോഗത്തിലാണ് അവർ കടന്നു കയറി ആക്രമിക്കുന്നത്. There are some common online security threats. ഇതില് സാധാരണയായിട്ട് ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ത്രെറ്റ്സുകളാണ് വിവരിക്കുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് ഇത് പറയുന്നത് മാൽവെയർസ് ആണ്. മാൽവെയർ എന്ന് പറയുന്നത് എന്താണ്? മാൽവെയർ ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽവെയറിന്റെ അത് മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് മാൽവെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവും ഇതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത്തരത്തില് ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നത്. കൺസിസ്റ്റ് ഓഫ് വൈറസ്, ബോംബ്സ്, ട്രോജൻസ്, റാൻസംവെയർ ആൻഡ് സ്പൈവെയർ. അങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നത്. ഈ രീതിയിലൊക്കെയാണ് അത് സോഫ്റ്റ്വെയർ എല്ലാം കടന്നു കയറിയാണ് നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാം അവര് ചോർത്തിക്കൊണ്ട് പോകുന്നത്. ദെൻ മാൽവെയർ എന്താന്ന് പറയുന്നുണ്ട്, is outlined to damage or attain unauthorized entry to a system, steal sensitive information or damage normal computer operations. അതായത് നമ്മൾ സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ
ഏതെങ്കിലും രീതിയിൽ അൺഓതറൈസ്ഡ് ചെയ്ത് അംഗീകാരമില്ലാതെ നമ്മളുടെ അതിലേക്ക് അല്ലെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കയറി പറ്റിയിട്ട് തടസ്സം വെക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും മാൽവെയർ എന്ന് പറയാവുന്നതാണ്. അപ്പൊ മാൽവെയർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ സോഫ്റ്റ്വെയർ വരുന്നത്? ഹാക്ക് ചെയ്ത് അല്ലെ നമ്മൾ ചൂഷണം ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോർത്തിയെടുത്തിട്ട് വഞ്ചിക്കപ്പെടാനായിട്ട്, അതായത് നമ്മളുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ ഡീറ്റെയിൽസ് ഒക്കെ ചോർത്തിയെടുത്ത് അത് ബിസിനസിനെ തന്നെ ബാധിക്കത്തക്ക വിധത്തിലാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരം സോഫ്റ്റ്വെയറുകൾ രൂപമെടുക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് ഫിഷിംഗ്. ഫിഷിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് ഇൻവോൾവ്സ്, ഫിഷിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല, ഫിഷിംഗ് എന്ന് പറയാൻ എന്താണ്? വലയിട്ട് പിടിക്കുക. വലയിട്ട് മീനെ പിടിക്കുക എന്ന് പറയുന്നത് വല എറിഞ്ഞിട്ട് അതിൽ കൊള്ളാവുന്ന മീനുകളെല്ലാം നമ്മൾ പിടിച്ച് അല്ലെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ മാതിരി ഫിഷിങ്ങിനും അത് തന്നെയാണ്. വലയിട്ട് കൊടുക്കും, കയറാൻ പറ്റുന്നവർ എന്താ പറയുക അജ്ഞരായിട്ടുള്ള വ്യക്തികളൊക്കെ എന്താണ് ആ വലയിൽ ചതിക്കപ്പെട്ടുകൊണ്ട് കുറച്ച് ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് അല്ലെ അവർക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് ആ ഇൻഫോർമേഷൻസ് വെച്ച് അവര് ഇൻഡിവിജ്വൽസിന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട്സ് എല്ലാം ഹാക്ക് ചെയ്ത് അവര് ചൂഷണം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫിഷിംഗ് എന്ന് പറയുന്നത് ഫിഷിംഗ് ഇൻവോൾവ്സ് ഡിസിറ്റ്ഫുൾ അറ്റംപ്റ്റ്സ്, അതൊരു വഞ്ചനാപരമായ പ്രവർത്തനം തന്നെയാണ് ഫിഷിംഗിൽ നടക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ടു ഡിസീവ് യൂസേഴ്സ് ഇൻടു പ്രൊവൈഡിങ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലൈക്ക് പാസ്വേഡ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഓർ പേഴ്സണൽ ഡേറ്റാസ്. അതായത് പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളും അല്ലെങ്കിൽ പാസ്വേഡുകളും മറ്റേതെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ അവർക്ക് ഇൻഫോർമേഷൻസ് വഴി പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് അവർക്ക് ഒരു വലയിട്ട് വിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ അറിയാതെ നൽകപ്പെടുന്ന ഒരു രീതിയായിട്ട്. ഫിഷിംഗ് അറ്റാക്സ് ഓഫൻ ടേക്ക് ദ ഫോം ഓഫ് deceptive emails, websites or messages that imitate legitimate entities. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അത് എന്താണ് മെയിലായിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ സന്ദേശങ്ങളൊക്കെ കൈമാറുന്നത്. ഇപ്പൊ ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നമ്മളുടെ ആധാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പറഞ്ഞ ഒരു മെസ്സേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അജ്ഞരായിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ എന്താണ് അവരുടെ ഏതായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്താവും ഭയങ്കര വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ട് ചോർത്തി കൊടുക്കും. അവരെന്ത് ചെയ്യും? യൂസേഴ്സ് എന്ത് ചെയ്യും? അവര് അത് ഉപയോഗിച്ചിട്ട് ചൂഷണം ചെയ്യും അല്ലെ. ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവര് നമ്മൾ അറിയാതെ തന്നെ ആ അക്കൗണ്ട്സ് ഡീറ്റെയിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് ക്യാഷ് എല്ലാം തട്ടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഫിഷിംഗിന് വരുന്നത്. നമ്മളെ കൊണ്ട് ധരിപ്പിക്കുകയാണ് അവര് തന്ത്രപരമായിട്ട്. ട്രിക്കിംഗ് യൂസേഴ്സ് ഇൻ ടു റിവീലിംഗ് ദെയർ ഇൻഫോർമേഷൻസ്. അവരുടെ ട്രിക്കാണ്, അതായത് യൂസേഴ്സ് അവര് തന്ത്രപരമായിട്ടാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിലേക്കും അല്ലെങ്കിൽ അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിലേക്കൊക്കെ വിടുന്നത്. അത് അനുസരിച്ചിട്ട് തന്നെ ഇൻഫോർമേഷൻസ് എല്ലാം അവർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ ആ ഇൻഫോർമേഷൻസ് വെച്ച് അവരെന്ത് ചെയ്തു? ചൂഷണം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലയിട്ട് മീനെ പിടിക്കുന്നു പറയുന്നത്. വല അങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അജ്ഞരായവര് കൊടുക്കുന്ന ഡീറ്റെയിൽസ് അത് അജ്ഞത കൊണ്ട് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവർ ഓൾറെഡി അതനുസരിച്ചിട്ട് ചൂഷണം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഐഡന്റിറ്റി തെഫ്റ്റ്, മറ്റൊരു രീതി എന്ന് പറയുന്നത്, അതായത് ചൂഷണം ചെയ്തെടുക്കുന്ന മറ്റൊരു രീതി ഐഡന്റിറ്റി തെഫ്റ്റ് ഹാപ്പൻസ് when someone acquires and uses another person's personal information such as social security numbers, credit card details or login credentials without a clear permission. അതായത് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ കുറച്ച് പേര് അല്ലെ നമ്മള് യൂസേഴ്സ് എന്താണ് മറ്റു പേഴ്സൺസിനെ പേഴ്സണൽ ആയിട്ട് ഇൻഫോം ചെയ്ത് അവര് കടന്നു കയറിയിട്ട് നമ്മുടെ പെർമിഷൻ ഒന്നും ഇല്ലാതെ തന്നെ എന്ന് പറയുന്നില്ല, വിത്തൗട്ട് ദെയർ പെർമിഷൻ, അവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെയാണ് അവർ ഈ കൃത്യം നിർവഹിക്കുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോർത്തിയിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം പേപ്പേഴ്സ് അല്ലെ, ചില ഷെയർ മാർക്കറ്റിംഗ് പേപ്പേഴ്സോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഉണ്ടെങ്കിൽ ആ രേഖയുടെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ചോർത്തിയെടുക്കാനായിട്ട് പേഴ്സൺസ് തന്നെ മുന്നിട്ട് ഇറങ്ങി അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മളിപ്പോ ഒരു ഫോൺ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരായിട്ട് ബന്ധം സ്ഥാപിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു വിശ്വസ്തനായ വ്യക്തിയാണ്, നമുക്ക് ഒരു ബിസിനസ്സിന് ഒരു അഡ്വൈസർ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിക്ക് എന്താണ് അവര് എല്ലാ ഇൻഫോർമേഷൻസും
ഒരു നല്ല ബന്ധം സ്ഥാപിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരവരുടെ ഐഡന്റിറ്റീസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും, വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവര് അത് ഉപയോഗിച്ചിട്ട് അവരെ ചൂഷണം ചെയ്തെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഐഡന്റിറ്റി തെഫ്റ്റ് ഹാപ്പൻസ് when someone acquires and uses another person's personal information such as social security numbers, credit card details or login credentials. അവരെ അറിയാതെ തന്നെ അതിന്റെ അല്ലെ അതിലേക്കൊക്കെ ലോഗിൻ ചെയ്ത് കയറി അവരുടെ ആ ഒരു പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ അവര് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അത് വെച്ച് അവര് ചൂഷണം ചെയ്തിരിക്കുകയാണ് വിത്തൗട്ട് ദെയർ പെർമിഷൻ. അവിടെ എന്താണ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, പിന്നെ അവർ എടുത്തോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ അവരെന്താണ് അവരെ പെർമിഷൻ ഇല്ലാതെ ഇതെല്ലാം ചൂഷണം ചെയ്തെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. This can end in financial loss, unauthorized entry to accounts and damage to an individual's reputation. അതായത് അവരുടെ അല്ലെ ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിനോട് ഒരു അല്ലെ നമ്മൾ സഹായം എന്ന് വിചാരിച്ച് കയറി പറ്റി ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനമായിരിക്കും അറിയുന്നത് ഫിനാൻഷ്യൽ ലോസ് അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ നിന്നെല്ലാം അനധികൃതമായിട്ട് കയറി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോയി. അപ്പൊ നമ്മളുടെ ഡാമേജ് നമുക്ക് എപ്പോഴും എന്താണ് കടം കയറി ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും സംഭവം അറിയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ റെപ്യൂട്ടേഷൻ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രശസ്തിയൊക്കെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോഴായിരിക്കും അറിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ത്രെട്ടുകൾ അല്ലെ വഞ്ചനാപരമായിട്ടുള്ള സംഭവം നടന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഐഡന്റിറ്റി തെഫ്റ്റ് വേറൊരു ട്രാക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ ബ്രീച്ചസ്. എന്താണ് ഡാറ്റ ബ്രീച്ചസിൽ വരുന്നത്? ഡാറ്റ ബ്രീച്ചസ് ഇൻക്ലൂഡ് unauthorized entry to sensitive information like personal records, financial data or intellectual property, normally through hacking or exploiting vulnerabilities in systems or networks. Data breaches may end in a lot of financial losses, reputational damages and compromised privacy. അതായത് ഇതിലും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അല്ലെ ഇപ്പോ ഒരു ഇതിന്റെ നമ്മുടെ നെറ്റ്വർക്കുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആരെങ്കിലൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നിർത്തും. അപ്പൊ അപ്പോഴും എന്താണ് ഇതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പാസ്വേഡും കാര്യങ്ങളെല്ലാം അവര് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കും. ഡാറ്റ ബ്രീച്ചസ് ഇൻക്ലൂഡ് അൺഓതറൈസ്ഡ് എൻട്രി ടു സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലൈക്ക് പേഴ്സണൽ റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ ഡാറ്റ ഓർ intellectual property, normally through hacking or exploiting vulnerabilities in systems or network. അതായത് നെറ്റ്വർക്കിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ആ ഒരു ഇത് അപര്യാപ്തത നീക്കം ചെയ്യാനായിട്ട് വരുന്നത് പക്ഷെ ചൂഷണം ചെയ്തെടുക്കുകയാണ്. അതിൽ നിന്നും എന്താണ് അവര് അൺഓതറൈസ് ചെയ്ത് അല്ലെ അംഗീകാരമില്ലാതെ അതിലേക്ക് കിടന്നാക്രമിച്ച് എല്ലാ ഡീറ്റെയിൽസും ചോർത്തിയെടുത്തിട്ട് പേഴ്സണലായിട്ടും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് എല്ലാം ചോർത്തിയെടുത്ത് അവരെന്താണ് അത് നന്നായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവസാനം നമുക്ക് എന്ത് മനസ്സിലാവും? ഡാറ്റ ബ്രീച്ചസിന്റെ എൻഡിൽ അവസാനം മനസ്സിലാവും ഫിനാൻഷ്യൽ ലോസസ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷണൽ ഡാമേജ്, അതിന്റെ കോംപ്രമൈസ് പ്രൈവസി, അവനവന്റെ പ്രൈവസി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ പ്രശസ്തി നഷ്ടപ്പെട്ടു, ഫിനാൻഷ്യലി ലോസ് ആയി കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് വഞ്ചിക്കപ്പെട്ട് അൺഓതറൈസ് ആയിട്ട് കയറി പറ്റിയിട്ടാണ് ഇതെല്ലാം അവര് ചൂഷണം ചെയ്തെടുത്തതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ്? മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അതായത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിൽ പറയുന്നത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് ഇൻക്ലൂഡ് ഇന്റർസെപ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ് വിത്തൗട്ട് ദെയർ നോളജ്. അതായത് അവരുടെ അറിവില്ലാതെ തന്നെ അവര് നമുക്കറിയാം വലിയ വലിയ ഫേമുകളും ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ അവർക്ക് ഒഫീഷ്യൽ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഒരു പക്ഷെ 1-2 പേഴ്സൺസ് പ്രധാനപ്പെട്ട തലവന്മാര് തമ്മില് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ആ ഒരു ഇതിലേക്ക് കയറി പറ്റിയിട്ട് അവരുടെ പ്രൈവസി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ക്യാച്ച് ചെയ്തിട്ട് അതിൽ നിന്നും ചൂഷണം ചെയ്തെടുക്കുന്നത്. അതായത് അറ്റാക്സ് ഇൻക്ലൂഡ് ഇന്റർസെപ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ് വിത്തൗട്ട് ദെയർ നോളജ്. അവരുടെ അറിവില്ലാതെ ഒന്നാമത്തേക്ക് കയറി പറ്റുകയാണ്. അറ്റാക്സ് ക്യാൻ ഓവർഹിയർ, modify or inject spiteful content into the communication, potentially compromising sensitive information or handling the exchange.
then അവരെന്താണ് അതനുസരിച്ചിട്ട് ചൂഷണം ചെയ്തിട്ട് ചില കാര്യങ്ങളെല്ലാം അല്ലെ ഇൻജക്ട് സ്പൈറ്റ്ഫുൾ എന്ന് പറയുന്നത് ക്രൂരമായിട്ട് തന്നെ അവര് അതെല്ലാം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കും. അവര് വിചാരിച്ച വീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസ് എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം ചോർത്തിയിട്ടില്ല. നമുക്കറിയാലോ നമ്മള് ആഭ്യന്തര കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റു വലിയ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്തിട്ട് തന്ത്രപരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കും. അതൊക്കെ അതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടാണ് ഇങ്ങനെ അവര് തമ്മിലുള്ള സംഭാഷണങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് അത് അത്രത്തോളം എന്താ അല്ലെ എസ്പെഷ്യലി അത് എത്രത്തോളം ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തിട്ടാണ് ഇവരെല്ലാം ഇതിലേക്ക് കയറി പറ്റുന്നത്. പാർട്ടീസ് അത് അറ്റാക്ക് ചെയ്യണമെന്ന് കണക്കാക്കി തന്നെയാണ് അതിലേക്ക് കയറി പറ്റണമെന്ന് കണ്ടെത്തി തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ വലിയ വലിയ ഫോമുകളും ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ അവരെ പ്രധാനപ്പെട്ട തലവന്മാരുടെ ഡിസ്കഷനിലൊക്കെ എങ്ങനെയെങ്കിലും കയറി പറ്റി അതിൽ നിന്ന് തീരുമാനങ്ങളെല്ലാം ചൂഷണം ചെയ്തെടുത്തിട്ട് അവരുടെ കമ്പനിയെ അതിൽ നിന്നൊക്കെ എന്താണ് ചില തീരുമാനങ്ങളോ അതേപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ നിയന്ത്രണ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്ത് അത് വേറൊരു രീതിയിലേക്കൊക്കെ വേറെ ഇതികളിലേക്കും അവര് നടക്കും അല്ലെ. ചില കമ്പനികൾ നഷ്ടത്തിലേക്കും ചില കമ്പനികളെ ഡെവലപ്പ് ചെയ്തും വരും. കാരണം അതിന്റെ ഒരു ട്രിക്കും ട്രാക്കും ഒക്കെ അവരറിയാതെ തന്നെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടാണ് മറ്റു കമ്പനികളിലേക്ക് അവര് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു ചൂഷണം ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുന്നത്. പാസ്വേഡ് അറ്റാക്ക് നോക്കാം. പാസ്വേഡ് അറ്റാക്സ് ടു അറ്റൈൻ unauthorized entry into accounts by tracking or bypassing password security. അതായത് നമുക്കറിയാം പാസ്വേഡ് വഴി അല്ലെ അത് അറ്റാക്ക് ചെയ്യുന്ന പാസ്വേഡ് മോഷ്ടിച്ചെടുത്ത് അല്ലെ ഓതറൈസ് ചെയ്ത് അതിലേക്ക് കയറി പറ്റിയിട്ട് അവരുടെ പാസ്വേഡും കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ എന്ത് കാര്യത്തിനും നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ടാണ് എവിടേക്കും കയറി പറ്റുന്നത്. നമ്മൾ അറിയാതെ ഇതൊക്കെ കയറി പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ. അത് ഫിനാൻഷ്യലി മാത്രമുള്ള കാര്യങ്ങൾ മാത്രമല്ല, അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമല്ല ഉപകാരപ്പെടുക. മറ്റു പ്രധാനമായിട്ട് ഇപ്പൊ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതുവഴി അവർക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. അതേമാതിരി തന്നെ അവരുടേതല്ലാത്ത രീതിയിൽ പബ്ലിസിറ്റി ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എല്ലാവരുടെ മുമ്പിലേക്ക് വ്യൂ ചെയ്ത് കാണിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഓർഗനൈസേഷന്റെ സൽപ്പേരൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പം പാസ്വേഡ് അറ്റാക്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഇതുള്ളത് തന്നെയാണ്. എന്താണ് കോമൺ ടെക്നിക്ക് കൺസിസ്റ്റ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ്, ഡിക്ഷണറി അറ്റാക്സ് ആൻഡ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് where attackers use stolen or leaked passwords from other sources to attain unauthorized access. അതായത് മറ്റേതെങ്കിലും രീതിയിൽ പാസ്വേഡ് അടിച്ചിട്ട് അവർക്ക് കയറിയിട്ട് എന്താണ് അവരുടെ കൃത്യമായിട്ടുള്ള പാസ്വേഡ് ചൂഷണം ചെയ്തെടുത്തിട്ട് അതിലൂടെ അവർക്ക് മെസ്സേജുകളോ എന്തെങ്കിലുമൊക്കെ വെച്ച് നിറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അത് എന്ത് തന്നെയാണെങ്കിലും ചില വേർഡുകളൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ചില എന്താണ് ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമാക്കാനായിട്ട് ഏത് സ്ഥാപനമാണെങ്കിലും അതിനെ വഞ്ചിച്ച് തളർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള മെസ്സേജുകളൊക്കെ പാസ് ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇൻസൈഡർ ത്രെഡ്സ്. ഇൻസൈഡർ ത്രെഡ്സിൽ പറയുന്നത് ഇൻസൈഡർ ത്രെഡ്സ് മീൻസ് റിസ്ക് പോസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് മാമിന്റെ ക്ലാസ് ഇന്നുണ്ടാവില്ല, കാരണം മാം ഇന്ന് ഇച്ചിരി വയ്യാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഇറങ്ങിയതാണ്. ഇനി നെക്സ്റ്റ് മാമിന്റെ ക്ലാസ് ഉള്ള ടൈമില് അപ്പൊ ഇതില് എന്നെയും പറയാനുള്ളത് ഇൻസൈഡർ ത്രെഡ്സ് ആണ്. ഇൻസൈഡർ ത്രെഡ്സിൽ പറയുന്ന കാര്യം എന്താണ് പ്രധാനമായിട്ടും ഉള്ളത്? ഇൻസൈഡർ ത്രെഡ്സ് മീൻസ് റിസ്ക് പോസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് within an organization who have authorized entry into systems or sensitive data. അതായത് ഓതറൈസ്ഡ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് പേഴ്സൺ തന്നെയായിരിക്കും ഇതിലുള്ളത്. ശരിക്കും നമുക്ക് അറിയാം ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതുള്ള വ്യക്തികൾ തന്നെയും എന്താണ് ചൂഷണം ചെയ്യാറുണ്ട് അല്ലെ. അവര് അറിവും കാര്യങ്ങളും സമൂഹത്തോടും കൂടിയിട്ടും ചൂഷണം ചെയ്യാറുണ്ട്. അതാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. വഞ്ചിക്കുന്നത് ഉള്ളിലുള്ള ആളെ തന്നെ വഞ്ചിക്കപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട്. These threats can rise from spiteful intent, negligence, or unthinking actions that compromise security. അതായത് അവരുടെ പ്രൈവസിക്ക് അവരുടെ ആ ഒരു അല്ലെ ഒരു പങ്കാളിത്തത്തിൽ വരുമ്പോൾ അവരുടെ പ്രൈവസിക്ക് സെക്യൂരിറ്റിക്കൊക്കെ കളങ്കം വരുത്തിയിട്ട് എന്താണ് അവര് ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ
അശ്രദ്ധ മൂലം, അവിടെയുള്ള വർക്കേഴ്സിന്റെ അശ്രദ്ധ മൂലം തന്നെ മറ്റുള്ളവർക്ക് ചോർന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ത്രെഡ്സുകൾ വഞ്ചിക്കപ്പെടുന്ന രീതിയിലാണ്. അതല്ലെങ്കിൽ എന്താണ് വഞ്ചിക്കപ്പെടണമെന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം വെച്ചു കൊടുക്കാം. അതായത് പാസ്വേഡ് മറ്റു കാര്യങ്ങളെല്ലാം ശോഷണം ചെയ്ത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയോ അതല്ലെങ്കിൽ അതുവഴി കയറി എന്തെങ്കിലും പ്രചരിപ്പിക്കുകയൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റേഴ്സ് ഒക്കെ പ്രചരിപ്പിക്കുകയോ ചെയ്യാം. അതാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. then unsecured Wi-Fi networks. അപ്പോൾ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം, യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്സ് can reveal users to risk like data interception, unauthorized entry, and man-in-the-middle attacks. Then attackers can snatch network traffic and capture sensitive information passed through these networks. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നമ്മള് എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത് ആ നെറ്റ്വർക്കിന്റെ ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നു, നിങ്ങളത് കേൾക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലെന്താണ്, ഇതിന്റെ ഇടയിൽ നമുക്കിത് നല്ല രീതിയിൽ വിനിമയം ചെയ്യാൻ പറ്റാത്ത ആ ഒരു ട്രാക്കിന്റെ ഉള്ളിലും ആൾക്കാർക്ക് കയറി പറ്റാം അല്ലെ. അത് കയറി പറ്റിയിട്ട് നമ്മളുടെ ആ ഒരു നല്ല രീതിയിലുള്ള നടത്തിപ്പിനെ ദോഷകരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. നമുക്കറിയാം മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, ഇങ്ങനെയുള്ള ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലെല്ലാം മെയിനായിട്ട് ഇത് ഡീൽ ചെയ്യാനായിട്ടൊക്കെ വ്യക്തികളുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അതിലേക്ക് കയറി പറ്റി കാര്യങ്ങളൊന്നും മിസ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ട്രാക്ക് ക്യാൻ റിവീൽ യൂസേഴ്സ് ടു റിസ്ക് ലൈക്ക് ഡാറ്റ ഇന്റർസെപ്ഷൻ, നമ്മുടെ ഡാറ്റകളൊക്കെ തടസ്സപ്പെടുത്താം. അൺഓതറൈസ്ഡ് എൻട്രി, അവർക്ക് അംഗീകാരമില്ലാതെ കയറിപ്പറ്റാൻ സാധിക്കും. ആൻഡ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്, അതായത് നടുക്ക് മിഡിലായിട്ട് നിന്നിട്ട് അവർക്ക് എന്തെങ്കിലും, ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോഴും ഉള്ള പെർമിഷൻ ഉണ്ട് അല്ലെ പുറത്തുനിന്ന് വ്യക്തികൾ, അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ ബാച്ച് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫ് മോഡൊന്നും ഇല്ല എങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ മറ്റുള്ളവർക്കും അത് അതിലേക്ക് കയറാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ട പലതരത്തിലുള്ള മെസ്സേജുകളൊക്കെ കാണിച്ച് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കയറിപ്പറ്റി എന്താണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വഞ്ചിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അറ്റാക്കേഴ്സ് ക്യാൻ സ്റ്റാച്ച് നെറ്റ്വർക്ക് ട്രാഫിക് ആൻഡ് ക്യാപ്ചർ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ പാസ്ഡ് ത്രൂ ദീസ് നെറ്റ്വർക്ക്. ഇതെല്ലാം എന്താണ് നമ്മുടെ വഞ്ചിക്കപ്പെടലെ നമ്മുടെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. വ്യത്യസ്ത തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ ഓരോ രീതിയിലും എന്താണ് നമ്മൾ മാൽവെയറിൽ നമ്മൾ കണ്ടു, വ്യത്യസ്ത തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിലേക്ക് കയറി പറ്റിയിട്ട് നമ്മൾ വഞ്ചിക്കപ്പെടാൻ സാധിക്കുന്നു. ഇത് എന്താണ് നമ്മളിപ്പോ കണ്ട കുറച്ച് മാറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺസ് അല്ലെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് കയറി പറ്റിയിട്ട് എന്താണ് നമ്മുടെ പാസ്വേഡും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബേസിൽ വരുമ്പോൾ അതിൽ നിന്നെല്ലാം ചൂഷണം ചെയ്തൊക്കെ അവർ കയറി പറ്റിയിട്ട് നമ്മുടെ ഫിനാൻഷ്യലി ഡൗൺ ആക്കാം. അതേമാതിരി തന്നെ പ്രസ്റ്റീജിന് അതിനെ ഇല്ലാതാക്കാം. അതല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും നമ്മൾ പല രീതിയിലും മനസ്സിലാക്കി വ്യത്യസ്ത തരത്തിലുള്ള റെപ്യൂട്ടേഷൻ ഡാമേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രശസ്തിയൊക്കെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ പ്രൈവസിയെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇനി നോർമലി ഇതിന്റെ താഴെ പറയുന്നു, ടു മിറ്റിഗേറ്റ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇറ്റ് ഈസ് നെസസറി ടു അഡോപ്റ്റ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസ് ലൈക്ക് യൂസിങ് സ്ട്രോങ് ആൻഡ് യൂണിക് പാസ്വേഡ്സ്, ഫ്രീക്വന്റ്ലി അപ്ഡേറ്റിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ്. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും കൃത്യമായിട്ട് നമ്മൾ അപ്പോ ഇതെല്ലാം നമ്മൾ എന്താണ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇറ്റ് നെസസറി ടു അഡോപ്റ്റ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസ് ലൈക്ക് യൂസിങ് സ്ട്രോങ് ആൻഡ് യൂണിക് പാസ്വേഡ്സ്, ഫ്രീക്വന്റ്ലി അപ്ഡേറ്റിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ്. അതായത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പാസ്വേഡുകളെല്ലാം കൈകാര്യം ചെയ്യണം. യൂണിക്ക് നമുക്ക് പറ്റാവുന്ന തരത്തിൽ അല്ലെ, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത തരത്തില് അന്ന് മറ്റൊരാൾക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എന്താണ് എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മുടെ സിസ്റ്റംസിലെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. വീണ്ടും പറയുന്നു, enable to factor authentication being cautious of a double email or links. ഒരിക്കലും
നമ്മളെ ഡൗട്ട് ആയിട്ടുള്ള ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും കയറി പറ്റാതിരിക്കുക. ആൻഡ് കീപ്പിംഗ് അവയർനെസ് ഓഫ് എ കറന്റ് സെക്യൂരിറ്റി ത്രെഡ്സ്. അങ്ങനെ അത് മാത്രമല്ല ഇപ്പോഴുള്ള ത്രെഡ്സുകൾ അല്ലെ, ഇപ്പൊ വഞ്ചിക്കപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള, നമ്മളിപ്പോ ഒരു ഫോൺ വിളിച്ചാൽ തന്നെ ഇപ്പൊ നമുക്കറിയാം അതിൽ തന്നെ കുറച്ച് മെസ്സേജുകൾ പറയാറുണ്ട് അല്ലെ, നിങ്ങള് സോഷ്യൽ മീഡിയയിലുള്ള ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ ആരും ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് ഇപ്പൊ ലോക്കൽ കോളുകൾ വിളിക്കുമ്പോൾ തന്നെ അല്ലെ, ഒരു ലാൻഡ് ഫോണിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മെസ്സേജുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അത് ഒരു അവയർനെസ്, ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധവാന്മാരാക്കുന്ന ഒരു മെസ്സേജ് ആണ് അത് കൊടുക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് ആ ഒരു ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് ഏത് രീതിയിലാണ് ക്രാക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ, ഹാക്ക് ചെയ്തിരിക്കുന്നത്, ചൂഷണം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫ്രീക്വന്റ്ലി ബാക്കിംഗ് അപ്ഡേറ്റ് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് കീപ്പിംഗ് ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി practices can also help us safeguard against online security threats. നമ്മൾ ഇൻഫോം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ, സെക്യൂരിറ്റി പ്രാക്ടീസിലൊക്കെ ഇൻഫോം ചെയ്യണം. അതേമാതിരി തന്നെ സേഫ് ആയിട്ട് നമ്മളുടെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇതുകൾ, സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തിട്ട് വേണം കൈകാര്യം ചെയ്യാനുള്ളത്. നമുക്കറിയാം വലിയ വലിയ ഫേമും ഓർഗനൈസേഷനൊക്കെ ആകുമ്പോഴാണ് അത് അങ്ങനെയൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്തിട്ട് കഴിയാൻ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെ. അതല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് അതല്ലെങ്കിൽ അങ്ങനെ വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഇൻ കേസ് നമ്മൾ നോർമലി ഇപ്പൊ എല്ലാവരെയും വഞ്ചിക്കപ്പെടുന്നുണ്ട് അല്ലെ, എല്ലാ ഒരു വലിയ വലിയ ഫോമുകളിലുള്ളവരോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്കോ അത് മാത്രമല്ല ഇൻഡിവിജ്വലി ചിലപ്പോൾ ചൂഷണം ചെയ്തുകൊണ്ട് ക്രാക്കേഴ്സ് അല്ലെ അവര് അത്തരത്തിലുള്ള വഞ്ചനകൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഇന്ന് പഠിച്ചത്. നമ്മൾ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് ആണ് വഞ്ചനകൾ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് നോക്കാം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിന്റെയൊക്കെ റിപ്ലൈ പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാനുള്ള ടൈം അലോട്ട് ചെയ്യുന്നില്ല. എനിവേ നമുക്ക് എന്താണോ എവിടെയാണോ ഡ്യൂട്ടി നമുക്ക് കിട്ടുന്നത് ആ ഡ്യൂട്ടി അനുസരിച്ചിട്ട് നമുക്ക് എന്തായാലും ജോബിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. അത് ഹോസ്പിറ്റലിൽ മസ്റ്റ് ആയിട്ട് നമ്മളോട് ആവശ്യപ്പെടല്ലേ, ഒരു ജോലിക്ക് അവർ നിയമിക്കുകയാണെങ്കിൽ അവര് ആവശ്യപ്പെടൂലേ എന്തൊക്കെ ഡ്യൂട്ടി നമ്മളുടെ ഡ്യൂട്ടി ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ അതിലെല്ലാം നമ്മൾ പങ്കാളിയാകേണ്ടതായിട്ട് വരും. നേഴ്സായിട്ട് അഡ്മിഷൻ നമ്മൾ ജോലിക്ക് കയറിയാലും അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും പേഴ്സണൽ മാനേജർ ആണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് ഡ്യൂട്ടികൾ ഉണ്ടാവും. ബേസിക്കലി ചില ഡ്യൂട്ടികൾ അവർക്ക് ഉണ്ടാവണമെന്നില്ല. ചില വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവരെ ഉദ്ദേശിക്കുന്ന ഡ്യൂട്ടി എന്താണോ അതാണ് നിർദ്ദേശിച്ചു കൊടുക്കേണ്ടത്. ചെറിയ ഹോസ്പിറ്റലാകുമ്പോൾ അവർക്ക് അല്ലെ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മൾ നിർവഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ലെവലിലേക്കും നിങ്ങൾക്ക് ഒരു ബോധ്യം തരുന്നത്. അത് എല്ലാം യൂസബിൾ ആവണമെന്നില്ല അല്ലെ, എല്ലാം ജോലിക്ക് ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ ചില ഹോസ്പിറ്റലില് ചില കാര്യങ്ങളായിരിക്കും. അപ്പൊ അതെന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് അവരാവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുക. എല്ലാം നമ്മളിപ്പോ അത്യാവശ്യം എല്ലാം കവർ ചെയ്തിട്ടുണ്ടല്ലേ, ഒരു മിക്ക സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ധരിച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്താന്നുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാവും. നന്നായിട്ട് തന്നെ ചില ടീച്ചേഴ്സ് അല്ലേ, ഇൻ കേസ് എന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എനിവേ മറ്റു ടീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട് തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു അവയർനെസ്, അതായത് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളല്ല ടെസ്റ്റിനേക്കാൾ കൂടുതൽ ഇന്റർവ്യൂ അതേമാതിരി തന്നെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന് നിങ്ങൾ ബാക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള
എല്ലാ അത്യാവശ്യം കാര്യങ്ങളെല്ലാം അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടെസ്റ്റ് എന്ന് പറയുന്നതിന് എത്രത്തോളം അല്ലെ. അതിനേക്കാൾ കൂടുതലും ഞങ്ങൾ ഒരുപാട് പങ്കുവെക്കുന്നുണ്ട്. അത്യാവശ്യം ഏതാണോ ഡ്യൂട്ടി നിങ്ങൾക്ക് ചോദിക്കാം, ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായി. അപ്പൊ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്താണ് നമ്മുടെ ബേസിക് കമ്പ്യൂട്ടറിന്റെ ഇതില് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒരു ചാപ്റ്ററും കൂടി നമ്മൾ കവർ ചെയ്തു. അതിൽ ആദ്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അപ്പോ താങ്ക് യു. എന്തായാലും ഇതില് പ്രധാനമായിട്ട് നിങ്ങൾക്ക് അല്ലെ നമ്മൾ ചെല്ലും വഴി ഏത് ജോലിക്കാണ് നമ്മൾ ചെല്ലുന്നത് നമുക്കറിയാം. അപ്പൊ നമുക്ക് ബേസിക്കലി നോളജ് ഇതായിരിക്കും. എക്സൽ എന്തിനു ഉപയോഗിക്കുന്നു, പവർ പോയിന്റ് എന്തിനു ഉപയോഗിക്കുന്നു, വേർഡ് എന്തിനാ ഉപയോഗിക്കുന്നത്, നെറ്റിന്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലേക്കൊക്കെ എങ്ങനെ കയറി പറ്റാൻ സാധിക്കും, അതൊക്കെ നമുക്ക് ഒരു പ്രത്യേകതയുള്ളത്. നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ആദ്യം തന്നെ ക്യാച്ച് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നാച്ചുറലി നമ്മൾ ഏത് സ്ക്രീൻ കാണുന്നില്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? സ്ക്രീൻ കാണുന്നില്ല? ആർക്കും സ്ക്രീൻ കാണുന്നില്ലേ? കുറച്ചു പേർക്ക് ഇല്ല എന്നും പറയുന്നത്, കുറച്ചു പേർക്ക് ഉണ്ടെന്നും പറയുന്നുണ്ട്. മാക്സിമം എല്ലാവരും ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. എന്താണെന്നറിയില്ല. ഞാനവിടെ സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കണ്ടത് അല്ലെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തായാലും അതൊക്കെ കാണാം. പിന്നെ അതോടൊപ്പം തന്നെ വെബ് ബ്രൗസേഴ്സ് ഒക്കെ എങ്ങനെ ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഏത് ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചു നമുക്ക് കുറച്ചൊക്കെ അറിവുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആ ഫീൽഡിലേക്ക് പോകാൻ പേടിയുണ്ടാവും. ഇപ്പൊ ബേസിക്കലി എന്തായാലും നിങ്ങൾക്ക് ഒരു നോളജ് കിട്ടിയിട്ടുണ്ടാവും ഇന്ന മാറ്റേഴ്സുകൾ. അപ്പൊ എന്തെന്ന് വന്നാലും നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുക. ആദ്യത്തെ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തിരിക്കാനൊക്കെ സാധിക്കും. അപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിലും ബേസിക്കലി അതിന്റെ ഫംഗ്ഷൻസും പ്രവർത്തനങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്യാച്ച് ചെയ്ത് നോക്കും. അത് അല്ലെ നമ്മുടെ എക്സ്പീരിയൻസ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ അത് ക്യാച്ച് ചെയ്ത് ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോ കമ്പ്യൂട്ടറിന്റെ ലാസ്റ്റ് ഇതിൽ പറഞ്ഞത് കുറച്ച് വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വഞ്ചിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് ഒരു ചാപ്റ്റർ നമുക്ക് തുടങ്ങി വെക്കാം. ഒരുപക്ഷെ മെഡിക്കൽ എക്യുപ്മെന്റ് 1-2 ടീച്ചേഴ്സ് കൂടി ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം ടീച്ചേഴ്സിന്റെ എല്ലാം കവർ ചെയ്ത് കഴിയാറായിട്ടുണ്ട് അല്ലെ. ഇനി അധികം ഇനി പോർഷൻസ് ഒന്നും ഇല്ലല്ലോ. മെഡിക്കൽ എക്യുപ്മെന്റ് കൂടെ അല്ലേ എടുക്കാനുള്ളൂ. വേറെ ഏതെങ്കിലും പോർഷൻസ് ഉണ്ടോ? മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലാതെ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഇനി എടുക്കാനുണ്ടോ? നമുക്ക് നോക്കാം. റിവിഷൻ ലോണ്ടറി എടുക്കാനുണ്ട്. ഓക്കെ, എന്തായാലും ലോണ്ടറി അധികം വലിയ ചാപ്റ്റർ ഒന്നും അല്ല, സിമ്പിൾ ആണ്. എന്തായാലും നെക്സ്റ്റ് ടൈമിൽ ടൈം എടുത്തോളും. അപ്പൊ നമുക്ക് ഇത് നമുക്ക് എന്താ പറയുക 1-2 ടീച്ചേഴ്സ് വെച്ച് ഞങ്ങൾ എന്തായാലും കവർ ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ എല്ലാവരും ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും റിവിഷൻ അവസരം കിട്ടുന്നതനുസരിച്ചിട്ട് റിവിഷനും നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്ക് ഇതും എന്താണ് ചെറുതായിട്ട് പഠിച്ചു തുടങ്ങാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാവരും കയ്യിലുണ്ടോ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് നിങ്ങൾ എടുക്കാം. ഒരു ചെറിയ ബ്രേക്ക് തരാം.
ഓക്കെ, എടുത്തോ എല്ലാവരും. ഓക്കെ, നമുക്കപ്പോ തുടങ്ങാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് അറിയാം, ഒരു ഹോസ്പിറ്റലിൽ വ്യത്യസ്ത തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളുണ്ട് അല്ലെ. ചിലപ്പോൾ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെ, ചികിത്സ അത് കണ്ടിന്യൂവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായിരിക്കാം. അതല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം ആ വ്യക്തിയെ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്കൊരു പുനർജീവൻ, അതായത് ജീവിതത്തിലൂടെ പൊരുത്തപ്പെട്ട് വരാനായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ കവർ ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനൊക്കെ ആയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കും. അപ്പൊ അത് ചിലത് രോഗനിർണയത്തിനാണ്, ചിലത് ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്, ചിലത് വീണ്ടും ചികിത്സയ്ക്കൊക്കെ ശേഷം അതിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ എക്യുപ്മെന്റ്സിന് നമ്മൾ ഒരു പരിചിതം വേണം അല്ലെ. മിക്ക എക്യുപ്മെന്റ്സും ചിലരൊക്കെ പരിചിതമായിരിക്കും, ചിലരൊക്കെ യൂസ് ചെയ്തതായിരിക്കും. എന്നാലും നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന്, ചിലരെല്ലാം യൂസ് ചെയ്യാത്തതിനെ നമുക്ക് പരിചയപ്പെടണം, നമ്മൾ യൂസ് ചെയ്യാത്തതിനെ നമുക്ക് പരിചയപ്പെടണം. അപ്പൊ നമുക്ക് അല്ലെ ഒരു ആകാംക്ഷയുണ്ട് ഓരോ എക്യുപ്മെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കുറെയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തിനാണ് ഈ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ചിലതൊന്നും കാണുമ്പോൾ നമുക്കല്ലേ. പക്ഷെ വേറെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും അല്ലെ ഓരോ ഇതുകളും പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓരോ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ അത് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് 1 ആയിട്ട് പറയുന്നത് എന്തായാലും എക്യുപ്മെന്റിന്റെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതൊന്ന് നോക്കാം. എന്താണ് മെഡിക്കൽ അപ്പാരറ്റ്സ്, അതായത് അതിൽ എക്യുപ്മെന്റ്സിലെ തന്നെ പറയുന്ന പേരാണ് അപ്പാരറ്റ്സ്. ഈസ് യൂസ്ഡ് ഫോർ ദ ഡെഫിനിറ്റ് പർപ്പസ് ആറ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓർ റീഹാബിലിറ്റേഷൻ ഫോളോയിങ് ഡിസീസസ് ഇൻ ഇൻഷുറി. അതായത് നമ്മളുടെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ രോഗനിർണയത്തിനോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലൂടെ വലിയ വലിയ അപകടങ്ങളൊക്കെ കഴിഞ്ഞ് വ്യക്തികളാണെങ്കിൽ ജീവിതത്തിലേക്ക് പൊരുത്തപ്പെട്ട് വരവാൻ വേണ്ടിയിട്ടൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ എന്താണ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. Then it can be either used singly or in conjointly with any accessory, consumable or other piece of a medical apparatus. അതായത് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ചിലപ്പോൾ ഓരോന്നും ഉപയോഗിക്കും അല്ലെ, ഓരോന്നും ചിലപ്പോൾ 1-2 മെഷീൻസ് ഒക്കെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്നിച്ചൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത് ഓരോരുത്തരുടെയും നമുക്കറിയാം ഏത് പേഴ്സൺ ആണോ ആ പേഴ്സൺസിന്റെ ആ രോഗാവസ്ഥയെ അനുസരിച്ചിട്ടാണ് എക്യുപ്മെന്റ്സിന് എല്ലാം ഉപയോഗിക്കുന്നത്. ഇനി ആദ്യം പറയുന്നത് ഡിഫിബ്രിലേറ്റർ ആണ്. ഡിഫിബ്രിലേറ്റർ നമ്മൾ കണ്ട മെഷീന്റെ പേരാണ് അല്ലെ. നമ്മൾ പഠിപ്പിച്ച ഒരു ഇതിലുണ്ടായിരുന്ന ഡിഫിബ്രിലേറ്റർ എന്താണെന്നുള്ളത്. എന്താണ് ഡിഫിബ്രിലേറ്റേഴ്സ് ആർ എക്യുപ്മെന്റ് ദാറ്റ് ബ്രിങ് ബാക്ക് എ നോർമൽ ഹെഡ് ബീറ്റ് ബൈ സെൻഡിങ് ആൻ ഇലക്ട്രിക് പൾസ് ഷോക്ക് ടു ദ ഹെർട്ട്. അതായത് നമ്മൾ പെട്ടെന്ന് എന്താണ് നമ്മളുടെ ശ്വാസമൊക്കെ പെട്ടെന്ന് നിലച്ചു പോയ ആ മൊമെന്റിൽ തന്നെ ഇത്തരത്തിലെ മെഷീൻസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് ജർക്ക് ചെയ്തുകൊണ്ട് അല്ലെ പെട്ടെന്ന് തന്നെ. ഈ ഒരു മെഷീന്റെ പ്രത്യേകത എന്താണ്, നമ്മളൊരു അവിടെ കാണിച്ചിട്ടുണ്ട് വിസിബിൾ ആയിട്ട്. 2 കൈയിലും ഒരു തേപ്പൊട്ടി പോലത്തെ ഒരു സംഭവമാണ്. അതിലൂടെ ഇലക്ട്രിക് പമ്പ് കൊടുത്ത് നമ്മൾ നെഞ്ചത്തേക്ക് വെക്കുമ്പോൾ നമുക്ക് എന്താണ് അത് പെട്ടെന്ന് ഹേർട്ടിന് ഒരു അനക്കം സംഭവിച്ച് നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ശ്വാസം എടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് അല്ലെ, അതാണ് അത് മെഷീന്റെ സഹായത്തോടു കൂടി കൊടുക്കുന്നത്. ഇതാണ് എന്താണ് ഡിഫിബ്രിലേറ്റർ എന്ന മെഷീൻ, ആ ഒരു എക്യുപ്മെന്റ്.
അപ്പൊ defibrillator are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. അതായത് അതിലൂടെ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണ് ആ ഞരമ്പിലൂടെ അത് പ്രവഹിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് എന്താണ് നമുക്ക് ശ്വാസം നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വീണ്ടും സാധാരണ രീതിയിൽ നോർമലി നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പൊ വേരിയസ് ടൈപ്സ് ഓഫ് defibrillators work in different ways. Automated external defibrillators, that is AEDS. അപ്പോ എന്താണ് പറയുന്നത്, automated external defibrillators which are commonly seen in many public spaces and are used to serve the various of people who experience cardiac arrest. അതായത് നമുക്ക് അല്ലെ ഹാർട്ട് അറ്റാക്ക് വ്യത്യസ്ത തരത്തിലുള്ള അങ്ങനത്തെ ഒരു ഇതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നാഡിയിടിപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് ഇതിന്റെ യൂസേജ് ഉപകാരം വരുന്നത്. സാധാരണയായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഡിഫിബ്രില്ലേറ്റേഴ്സ് ഉണ്ട്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റേഴ്സ് ഉണ്ട്. അതേമാതിരി തന്നെ വിച്ച് ആർ കോമൺലി, അതാണ് പ്രധാനമായിട്ടും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിഫിബ്രില്ലേറ്റർ എന്ന് പറയുന്നത്. തന്നെ ഇത് യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും ജനങ്ങളുടെ അല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അതൊരു എക്സ്പീരിയൻസും കൂടിയാണ്. കാർഡിയക് അറസ്റ്റ് ഒക്കെ വരുന്ന വ്യക്തികൾക്ക് ഒരു ജീവിതം കിട്ടുന്ന അല്ലെ ഇപ്പൊ വീണ്ടും ഒരു ജീവിതം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു മെഷീനാണ് ഡിഫിബ്രില്ലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? ഡിഫിബ്രില്ലേറ്റർ അവരുടെ നമ്മൾ ഓർത്ത് വെക്കാം. അപ്പൊ അതൊരു ജീവന്റെ തുടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മെഷീൻ തന്നെയാണ്. തെർമോമീറ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, വളരെ കാലഘട്ടം മുതലേ നേരത്തെ മുതൽ നമ്മൾ കണ്ടേക്കുന്ന ഒരു മെഷീനാണ്, എക്യുപ്മെന്റ് ആണ് തെർമോമീറ്റർ. തെർമോമീറ്റർ നമ്മൾ എന്തിനും ഉപയോഗിക്കുന്നത്, പനി അല്ലെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പണ്ട് കാലത്ത് കണ്ടിരുന്ന തെർമോമീറ്റർ ഏതാണ്, നമ്മുടെ എന്താണ് ഗ്ലാസ് മെർക്കുറി തെർമോമീറ്റർ ആണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കോവിഡിന് ശേഷമൊക്കെ നമ്മൾ കണ്ട ഒരു തെർമോമീറ്റർ ആണ് നമ്മുടെ പെട്ടെന്ന് തന്നെ അല്ലെ ഡിജിറ്റലൈസ് ചെയ്ത് ഇലക്ട്രിക് തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റർ ഒക്കെ നമ്മൾ കോവിഡ് വരുന്ന സമയത്തൊക്കെ അത് ഇലക്ട്രിക്കലായിട്ട് വന്നിട്ട് ഫോർഹെഡിൽ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ആ ടെമ്പറേച്ചർ അവിടെ വിസിബിൾ ആകും. അതിനനുസരിച്ചിട്ടാണ് അവർക്ക് പനിയുണ്ടോ എന്നുള്ളത് വിലയിരുത്തുന്നത്. ഇപ്പോ വ്യത്യസ്ത തരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ പണ്ട് എന്താണ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് ആണ് പഴയ കാലഘട്ടത്തിലുള്ളത്. ഇപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഏവൻ പറയുന്നത് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ്, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റേഴ്സ്, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ്. ഡിജിറ്റൽ തെർമോമീറ്റേഴ്സിന്റെ പ്രത്യേകത എന്താ, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചെന്നാൽ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാലേ, നമുക്ക് സാധാരണ ഹാൻഡ് പൊക്കി കഴിഞ്ഞ് വെച്ച് വെയിറ്റ് അടിയുമ്പോൾ സാധാരണ അവര് ആ ഒരു ഇത് എന്താ പറയുക ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡിജിറ്റലൈസ് ചെയ്ത് കാണിക്കും എന്താണ് എത്രയാണ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ മെർക്കുറി തെർമോമീറ്റർ പോലെ ഒന്നും ഇതിലേക്ക് നോക്കൊന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ തെളിഞ്ഞു തരും. അപ്പൊ ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. വേഗം തന്നെ കണ്ടെത്താനും പെട്ടെന്ന് കൃത്യതയോടുകൂടിയുള്ള റിസൾട്ട് നമുക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ്. അപ്പൊ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, തേർഡ് വൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. അത് ജസ്റ്റ് ഒന്ന് അല്ലെ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ വിസിബിൾ ആയിട്ട് കാണുകയും ചെയ്യും. പിന്നെ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, സിംഫണിക് ഓർ ഇയർ തെർമോമീറ്റേഴ്സ് മെഷർ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഇയർ കനാൽ ബൈ വേ ഓഫ് ഇൻഫ്രാറെഡ് റേ ടെക്നോളജി. അതായത് നമ്മൾ അല്ലെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് ചെവിയിലൂടെ നമ്മൾ വെച്ചിട്ട് അതൊന്ന് ഓൺ ചെയ്യുമ്പോൾ ഒരു ഇൻഫ്രാറെഡ് അങ്ങോട്ടേക്ക് അല്ലെ ആ പാസ് ഔട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിനുള്ള ചൂട് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് എന്താ പറയുന്നത്, ഇൻഫ്രാറെഡ് തെർമോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിന്റെ പ്രത്യേകത എന്താണ്, സിംഫണിക് ഓർ ഇയർ തെർമോമീറ്റേഴ്സ് മെഷർ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഇയർ കനാൽ. ചെവിയുടെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അത് ഓൺ ചെയ്യുന്നത്. അപ്പൊ തന്നെ എന്താണ് അതിനനുസരിച്ചിട്ട് തന്നെ അത് കൃത്യമായിട്ട് അതിന്റെ ടെമ്പറേച്ചർ അതിൽ തെളിഞ്ഞു കാണിക്കുകയും ചെയ്യും. ദെൻ ഫോർഹെഡ് തെർമോമീറ്റേഴ്സ്. ഇത് നിങ്ങൾ എന്താണ് കോവിഡ് ടൈമിൽ അല്ലെ ഈ ഫസ്റ്റ് വൺ കാണുന്ന തന്നെ ആ എക്യുപ്മെന്റ് ആണ്. അത് ഫോർഹെഡിലേക്ക് കൊടുത്ത് എന്താണ് ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് അതിനെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവും ടെമ്പറേച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന്. Forehead thermometers utilize
ഇൻഫ്രാറെഡ് സെൻസർ ടു മെഷർ ദ തെർമോമീറ്റർ. അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് സെൻസർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. Then glass and mercury thermometers. നമ്മൾ നേരത്തെ കാലത്ത് മുതൽ കണ്ടിരുന്ന മെഷീനാണ് അല്ലെ, എക്യുപ്മെന്റ് ആണ്. എന്താണ് മെർക്കുറി തെർമോമീറ്റേഴ്സ്? Give precise temperature readings and it can be used orally, rectally or under the arm. അതായത് ഇത് ഏത് രീതിയിലും ഉപയോഗിക്കാം അല്ലെ, 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വായിൽ വെച്ച് നാക്കിന്റെ അടിയിൽ വെച്ചിട്ട് നിശ്ചിത സമയം എടുത്ത് നോക്കി കഴിയുമ്പോൾ ടെമ്പറേച്ചർ കാണാം. അതേമാതിരി തന്നെ റെക്റ്റിലി വലത്തിലൂടെ വെക്കാം. പിന്നെ അതേമാതിരി തന്നെ ആം, അതായത് ആമില് ഷോൾഡർ അല്ലെ, നമ്മുടെ കൈയിന്റെ ഉള്ളിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. അങ്ങനെ 3-4 തരത്തിലുള്ള ടെമ്പറേച്ചർ അളക്കുന്ന എക്യുപ്മെന്റ് ആണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് വൺ കണ്ടു ഡിഫിബ്രിലേറ്റർ, സെക്കൻഡ് വൺ തെർമോമീറ്റേഴ്സ്. തെർമോമീറ്റേഴ്സ് എത്ര തരത്തിലുണ്ട്? ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ്, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റേഴ്സ്, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. അപ്പൊ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, അതായത് ആ എക്യുപ്മെന്റിൽ എന്താ പറയുന്നത്? ഇതും നമ്മൾ കാണാറുള്ളതാണ് അല്ലെ. നമ്മള് കാർഡിയോളജിസ്റ്റിനൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ ഇത് ചെക്ക് ചെയ്ത് ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രമേ അവർക്കൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ നോക്കുള്ളൂ. അപ്പൊ അതിന് എന്താണ് പ്രധാനമായിട്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ വിസിബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ്, എക്യുപ്മെന്റ് ആണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, അതായത് ബ്ലഡ് പ്രഷർ എക്യുപ്മെന്റ്. അപ്പൊ നോക്കാം. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ലോസ്റ്റ് പ്രഷർ. അതെങ്ങനെയാണ് നമ്മൾ പ്രഷർ നോക്കാറ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ച് ഏറ്റവും വലുതാക്കിയിട്ട് നമ്മുടെ ആ ഒരു സമ്മർദ്ദം ഏറ്റവും അങ്ങ് ഹൈയിലാക്കിയതിനു ശേഷം സമ്മർദ്ദത്തിങ്ങനെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അവര് അത് മോണിറ്റർ ചെയ്യുന്നത്, രേഖപ്പെടുത്തുക അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഇസ് ആൻ എക്യുപ്മെന്റ്, ഒരു എക്യുപ്മെന്റ് ആണ് യൂസ്ഡ് ടു മെഷർ ലോസ്റ്റ് പ്രഷർ. ഹൈയിൽ നിന്ന് താഴേക്ക് കുറഞ്ഞു വരുന്ന പ്രഷർ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് നോട്ട് ചെയ്യുന്നത്. Then a sphygmomanometer, a machine mechanism for inflation which can be handled manually. അപ്പൊ സിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ ആണ് ഇതിൽ പ്രധാനമായിട്ടും ഈ ഇൻഫ്ലേഷൻ നമ്മൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് പമ്പ് ചെയ്ത് ബുദ്ധി വീർപ്പിക്കുന്നതിന് പകരമാണ് നമ്മളെ കയ്യിൽ ഇട്ടുകൊണ്ട് അത് തന്നെ പമ്പ് ചെയ്ത് ഏറ്റവും വലുതാക്കിയതിനു ശേഷം നമ്മുടെ താഴേക്ക് എന്താണ് ലോസ് ആക്കി കൊണ്ടുവന്നിട്ട് അത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ആ ഒരു മീറ്റർ, അതിന്റെ പേരും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക, സ്ഫിഗ്മോമാനോമീറ്റർ. ഓക്കെ, ഇത് എന്താണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്? ഇത് ആ സമ്മർദ്ദത്തിന് അതിനെ ഊതി വീർപ്പിച്ചതിന് ശേഷം, അതായത് പുഷപ്പ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ എത്തിച്ചതിന് ശേഷമാണ് അത് മെഷറിംഗ് യൂണിറ്റ് ആൻഡ് മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെ? മാനുവലി ആണ് അല്ലെ. നമ്മളിത് ഒരു സ്വിച്ച് ഇട്ട് ഓൺ ആക്കിയിട്ടല്ല അത് ചെയ്യുന്നത്. നേരത്തെ നമ്മള് തെർമോമീറ്ററിനൊക്കെ നോക്കിയപ്പോൾ ചിലതിനൊക്കെ സ്വിച്ച് ഓൺ ആക്കിയാൽ മതിയായിരുന്നു അല്ലെ. ആകെ നമ്മുടെ എന്താണ് മെർക്കുറി തെർമോമീറ്റർ മാത്രമാണ് നമ്മളുടെ കൈകൊണ്ട് ഹാൻഡ് കൊണ്ട് കൈകാര്യം ചെയ്ത് നമ്മൾ അതിന്റെ അത് അളവ് നോക്കിയത്. മറ്റേതൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കലി അത് തന്നെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് പമ്പ് ചെയ്യുന്നത് കൈകൊണ്ട് തന്നെയാണ് അല്ലെ, മാനുവലി ഹാൻഡിൽ കൊണ്ട് തന്നെയാണ് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് ആ ഒരു വെയിറ്റ് രേഖപ്പെടുത്തും. ഓക്കെ, ക്ലിയർ അല്ലേ? ബ്ലഡ് പ്രഷർ ഗേജ്. ഓക്കെ, then next ലാറിംഗോസ്കോപ്പ്. എന്താണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്? ലാറിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ് ദ larynx or a part of the throat. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ അല്ലെ ശ്വസനനാളത്തിന്റെ എൻഡോസ്കോപ്പി എടുക്കാനായിട്ട്, നമ്മുടെ ഭാഗമായിട്ടുള്ള ശ്വസനനാളത്തിന്റെ അതിന്റെ ഭാഗത്തിലൂടെ അതിന്റെ ആ ഒരു എൻഡോസ്കോപ്പിക്ക് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലാറിംഗോസ്കോപ്പി. അതാണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ലാറിംഗോസ്കോപ്പി ഈസ് എ മെഡിക്കൽ അപ്രോച്ച് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എ വ്യൂ ഓഫ് ദ ലാരിക്സ്. അതായത് ലാരിക്സിന്റെ പ്രത്യേകത നമ്മുടെ ശ്വസനനാളത്തിന്റെ ലാരിക്സിന്റെ ആ ഒരു എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചു വരുമ്പോൾ അതിന്റെ ഒരു പിക്ചർ
കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ആ ഒരു പിടി കഴിഞ്ഞിട്ട് ഒരു ഭാഗം ഉണ്ട്, അതായത് ട്യൂബ് പോലത്തെ ഭാഗം, അതിങ്ങനെ കറക്റ്റ് നമുക്ക് അതിലൂടെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എങ്ങനെയാണ് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നത് അവർക്ക് ഡോക്ടേഴ്സിന് അത് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് എന്താ നമ്മുടെ ലാറിംഗോസ്കോപ്പിന്റെ ഉപയോഗം. ലാറിംഗോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ശ്വസനാളത്തിന്റെ അതിന്റെയൊക്കെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ത്രോട്ടിലൂടെ നമ്മുടെ തൊണ്ടയിലൂടെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഓക്സിജൻ മാസ്ക് പോവാലോ നമുക്ക്. ഓക്സിജൻ മാസ്ക് എന്താണ്? An oxygen mask offers a method to carry breathing oxygen gas from a storage tank to the lungs. അതായത് നമ്മുടെ ലങ്സിലേക്ക് അല്ലെ, നമ്മുടെ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് എപ്പോഴും കോവിഡിന് ശേഷം എപ്പോഴും ഉണ്ടാവുന്നു ചുമയും പനിയും ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ ഇച്ചിരി കൂടെ കടവരമായിട്ട് ചെയ്യുമ്പോൾ എന്താ, ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ നമുക്ക് നെബുലൈസേഷൻ എന്ന പ്രവർത്തനം നടത്താറുണ്ട് അല്ലെ. മിക്കവാറും ഒത്തിരി പേർക്ക് നെബുലൈസേഷൻ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴെന്താണ്, അതിന് ആ നെബുലൈസേഷൻ ചെയ്യുമ്പോൾ ഈ വായു നമുക്ക് ശ്വാസം ലഭിക്കുന്ന ഈ ഓക്സിജൻ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാസ്ക് ധരിപ്പിക്കും. ആ മാസ്ക് ആണ് എന്താ ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ആ ഓക്സിജൻ മാസ്ക് ഓഫർ എ മെത്തേഡ് ടു ക്യാരി ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസ് ഫ്രം സ്റ്റോറേജ് ടാങ്ക് ടു ദ ലങ്സ്. ലങ്സിലേക്ക് ഓക്സിജൻ ഇതുവഴി അല്ലെ, ആ ട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ മൂക്കിലൂടെ സാധാരണ രീതിയിൽ നമ്മൾ ശ്വാസം എടുക്കും, ബ്രീത്ത് ചെയ്ത് എടുക്കുന്ന ഒരു രീതിയാണ് ഓക്സിജൻ മാസ്കിൽ വരുന്നത്. ഓക്സിജൻ മാസ്ക് മേ ബ്ലോക്ക് ഓൺലി ദ നോസ് ആൻഡ് മൗത്ത് ഓർ ദ വോൾ ഫേസ്. ഇങ്ങനെ മുഴുവൻ അല്ലെ ഫേസ് മൊത്തത്തിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൂക്കും വായും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ മാസ്ക് അങ്ങനെയാണ് വരിക. അപ്പൊ എന്താണ്, അതിലൂടെ ശ്വാസം വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, പുറത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്ത് പോകാറ്. They may be made of plastic, silicone or rubber. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, പ്ലാസ്റ്റിക്കും സിലിക്കോണും റബ്ബറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബ്ലഡ് പ്രഷർ equipment കാര്യം പറയാം. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ലോസ്റ്റ് പ്രഷർ. അതായത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ആ ഒരു അല്ലെ സ്പിഗ്മോമാനോമീറ്ററിന്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ്. സ്പിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്, ഈ ഒരു രേഖപ്പെടുത്തുന്ന ഈ ഒരു സംഭവമാണ്. ആ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവം ഇത് എത്രയും പൂർത്തീകരിച്ചതിന് ശേഷം, അത് നമുക്കറിയാം, അതിങ്ങനെ കൈകൊണ്ട് അവർ പഠിച്ച്
അത് ഏറ്റവും ടോപ്പിലേക്ക് ആക്കും, നമ്മുടെ മാക്സിമം സമ്മർദ്ദത്തിലേക്ക് ആക്കിയതിനു ശേഷം നമ്മൾ പെട്ടെന്ന് അത് വലിച്ചു വിടുന്നത്, അതായത് യൂസ് ചെയ്ത് വിടും. അപ്പൊ ആ ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട്, അത് കൈകൊണ്ട് തന്നെ ഹാൻഡ്ലി ആണ്, അത് മാനുവലി ആണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് എന്താണ് ഈ സ്പീഡോ മാനോമീറ്ററിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത്, ഈ ഒരു സ്കെയിലില് അത് കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പൊ ഇത് മാനുവലി ഏറ്റവും ടോപ്പിലേക്ക് നിങ്ങൾ പ്രഷർ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏറ്റവും വലിച്ചു മുറുക്കിയാലേ നമുക്ക് വിഷം ഇത് തോന്നുന്നു. നമ്മളെക്കൊണ്ട് ഏറ്റവും മാക്സിമം നമ്മുടെ കൈമയാണെങ്കിൽ തന്നെ അവർ ഏറ്റവും വലിച്ചു മുറുക്കി മുറിപ്പിച്ചതിന് ശേഷം എന്താ പറയാ, അത് അത്രയും മൂടി വീർപ്പിച്ചതിന് ശേഷമാണ് അത് പതിയെ നോർമലി ആക്കിയിട്ട് അല്ലെ, ആ പെട്ടെന്ന് തന്നെ അതിന്റെ ഇതനുസരിച്ചിട്ട് ഡോക്ടേഴ്സിന് അറിയാം അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്. അപ്പം ഏറ്റവും മാക്സിമത്തിൽ എത്തിച്ചതിന് ശേഷമാണ് അത് അവർ താഴേക്ക് കൊണ്ടുവരുന്നത്, ലോസ് ആക്കി കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ പറയുന്നത് ലോസ്റ്റ് പ്രഷർ. അതായത് ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ്. അതൊരു എക്യുപ്മെന്റ് യൂസ്ഡ് മെഷർ ലോസ്റ്റ് പ്രഷർ. ലോസ്റ്റ് പ്രഷറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അല്ലെ, മാക്സിമത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് ലോസ്റ്റ് പ്രഷറിലേക്ക് സമ്മർദ്ദം കുറച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ സിഗ്മോമാനോമീറ്റർ ഇൻക്ലൂഡ്സ് ആൻ ഇൻഫ്ലേറ്റബിൾ കഫ്, അതായത് ഏറ്റവും ടോപ്പിൽ ഊതി വീർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഊതി നമ്മൾ വായ കൊണ്ട് വീർപ്പിക്കുക എന്നുള്ള പദം ഉപയോഗിക്കും. അതേസമയം കൈകൊണ്ടാവുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഏറ്റവും വലുതാക്കുക, വീർപ്പിച്ച് നിർത്തുക. മെഷറിംഗ് യൂണിറ്റ് ആൻഡ് മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ, അതായത് ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും വലുതാക്കിയതിന് ശേഷമാണ് അല്ലെ, സമ്മർദ്ദം അത് വീർപ്പിച്ചതിന് ശേഷമാണ് അത് കുറച്ചു കൊണ്ടുവരുന്നത്. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു മെഷീനാണ് എന്ത്, നമ്മുടെ സ്ലിഗ്മോമാനോമീറ്റർ. പ്രഷറിൽ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത് അല്ലെ, ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും? ഓക്കെ, ഇനി ഓക്കെ, താങ്ക് യു. അപ്പോ ഇനി എന്തെങ്കിലും എടുത്തതില് നമുക്ക് എടുത്തെടുത്ത് പോണേന് കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ടുള്ള മെഷീൻസ് ഒക്കെയാണ് അല്ലെ. നമ്മളിതൊക്കെ വേദികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം. എന്താണ് ഡിഫിബ്രിലേറ്റർ, തെർമോമീറ്റർ, പിന്നെ എന്താണ് ബ്ലഡ് പ്രഷർ എക്യുപ്മെന്റ്. അതിൽ പറയുന്ന ഒരു മീറ്ററിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ, ആ സ്കെയിലിന്റെ കാര്യം, സ്പിഗ്മോമാനോമീറ്റർ. പിന്നെന്താണ് ലാറിൻഡോസ്കോപ്പ്, അതും മനസ്സിലാക്കി വെക്കാം. പിന്നെ ഓക്സിജൻ മാസ്കുകൾ. ഇനിയുള്ളത് ഇലക്ട്രോകാർഡിയോഗ്രാഫ്, ECG എടുക്കാനുള്ള മെഷീൻ അല്ലെ. ECG ഒക്കെ എടുത്തവരൊക്കെ ഉണ്ടാവും, അവരെല്ലായിടത്തും എന്താണ് ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ഘടിപ്പിച്ചിട്ടൊക്കെയാണ് ECG എടുക്കുന്നത്. Electrocardiogram is the process of recording the electrical function of the heart over a period of time using electrodes which are put on the skin. Okay, അപ്പൊ ആ സ്കിന്നിലേക്ക് അത് വെച്ചിട്ട് അല്ലെ, അത് ഇലക്ട്രോണിക് ഇതികളൊക്കെ വെച്ചതിന് ശേഷമാണ് അതിന്റെ ആ ഒരു മെഷീൻ പ്രവർത്തിപ്പിച്ചിട്ട് കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തുന്നത്. അവിടെ എല്ലാത്തിനും ബ്രീത്ത് എടുക്കുന്നതനുസരിച്ചിട്ട് അവരിങ്ങനെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് കാണിക്കും. അപ്പൊ അത്തരത്തിൽ അത് നോട്ട് ചെയ്യാൻ സ്റ്റിയറിംഗ് വെയിറ്റിംഗ് മെഷീൻ, വെയിറ്റ് നോക്കാൻ ഉപയോഗിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് 6th ക്ലാസ് വരെ 5th വരെ പതിയെ പോയാൽ മതി. ഞാൻ ഇതുവരെ പഠിച്ചു വെക്കില്ല, വീടുകളൊന്ന് പഠിച്ചു വെച്ചു. അതിന് 6th തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ തന്നെയാണ്. കുറച്ച് മെഷീൻസിന്റെ പേര് നിങ്ങൾക്ക് പവർ പഠിക്കാനായിട്ട് എന്തായാലും നമുക്ക് ക്ലാസ്സുകളുണ്ട്, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഇതുവരെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് ഇതോടെ വിവരിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. നമ്മള് 6th തുടങ്ങി തീർച്ചയായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.